പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൂന്തോട്ടം ഏതൊരു വീടിനും അലങ്കാരമാണല്ലേ. ആകർഷകങ്ങളായ പൂക്കളും ഇലകളും വർണ്ണങ്ങളൊക്കെയാണ് നമുക്ക് ആനന്ദം പകരുന്നത്. നമ്മുടെ പൂന്തോട്ടങ്ങളിൽ നമ്മൾ പരിപാലിച്ചു വരുന്ന ചെടികളിൽ ചിലതിനൊക്കെ വിഷസ്വഭാവം ഉള്ളവയുണ്ട്. അപ്പോൾ അത് നാം അറിഞ്ഞിരിക്കുക തന്നെ വേണം. അപ്പോൾ അത്തരം ചെടികളെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത്. അത് എനേബിൾ ചെയ്താൽ നമുക്ക് ഇതേപോലുള്ള വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ആദ്യത്തെ ചെടി നമ്മുടെ യൂഫോർബിയ ആണ് കേട്ടോ. പൂക്കളുടെ ഭംഗി കൊണ്ട് ഒട്ടുമിക്ക വീടുകളിലും യൂഫോർബിയ വളർത്തുന്നുണ്ട്. എന്നാൽ പലർക്കും ഈ പൂക്കളിൽ വിഷത്തിൻ്റെ സാന്നിധ്യം ഉള്ളതായിട്ട് അറിയില്ല. ഇതിൻ്റെ പൂ പൊട്ടിക്കുമ്പോൾ അതിൽ നിന്നും വരുന്ന കറയാണ് വിഷസ്വഭാവം കാണിക്കുന്നത്. ഈ കറ നമ്മുടെ കണ്ണുകളിലോ മറ്റോ ആയാൽ കാഴ്ചശക്തിയെ എന്നേക്കുമായി ഇല്ലാതാക്കാനുള്ള ഒരു കഴിവ് കൂടിയുണ്ട്. അതേപോലെ ഇതിൻ്റെ മുള്ള് കുത്തുകയാണെങ്കിൽ കണ്ണിന് വളരെയധികം പ്രശ്നം വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ചെടി വീട്ടിലുള്ളവർ വളരെയധികം ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് നമ്മുടെ അരളിച്ചെടിയാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുള്ള ചെടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ അമ്പലങ്ങളിലും മറ്റും ആരാധനയ്ക്ക് വേണ്ടിയിട്ട് ഈ പൂ ഉപയോഗിച്ചിരുന്നു. ഇതിൻ്റെ ഇല മുതൽ വേര് വരെ വിഷമുള്ളതാണ്. ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം നമ്മുടെ ഉള്ളിലോട്ട് ചെന്നാൽ മരണത്തിന് വരെ കാരണമായേക്കാം. അപ്പോൾ 2 ദിവസം മുമ്പ് അരളിപ്പൂ കഴിച്ചിട്ടൊരു കുട്ടി മരിച്ച വാർത്ത എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് നമ്മുടെ ഹൈഡ്രാഞ്ചിയ ചെടികളാണ് കേട്ടോ. വളരെ ഭംഗിയേറിയൊരു പൂവാണ് ഹൈഡ്രാഞ്ചിയയ്ക്ക്. പക്ഷേ ഇതിലും വിഷസ്വഭാവം ഏറെയാണ്. ഇതിൻ്റെ അംശം അകത്ത് എങ്ങാനും ആയിക്കഴിഞ്ഞാൽ വളരെ കൂടിയ അളവിൽ വൊമിറ്റിങ് ചെയ്ത് ആൾ തളർന്നു പോകുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടാവും. കൂടാതെ ശ്വാസം മുട്ടൽ അനുഭവപ്പെടും, വയറുവേദന. ചില അവസരങ്ങളിൽ ഇതിൻ്റെ വിഷം ഏറിക്കഴിഞ്ഞാൽ കോമ സ്റ്റേജിലേക്ക് വരെ എത്തിപ്പെടാമെന്ന് പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഈ ചെടി കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ അഡീനിയം പ്ലാന്റ് ആണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് വളർത്താൻ പറ്റുന്നതും അതേപോലെ തന്നെ കയറിങ് കുറവുള്ളൊരു പ്ലാന്റാണ് നമ്മുടെ അഡീനിയം. പക്ഷേ ഇതിൻ്റെ വിഷസ്വഭാവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആഫ്രിക്കയിലെ ഗോത്രവർഗ്ഗക്കാർ വേട്ടയാടാൻ പോകുമ്പോൾ അവരുടെ അമ്പുകളിൽ പുരട്ടാനുള്ള വിഷം ഈ അഡീനിയത്തിൻ്റെ കറയിൽ നിന്നാണ് വേർതിരിച്ചെടുക്കുന്നത് എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പം തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ എത്രത്തോളം വിഷസ്വഭാവം ഉള്ളതാണ് ഈ ചെടി എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ കറ നമ്മുടെ കൈകളിൽ ഉണ്ടാകുന്ന മുറിവിലൂടെ ഉള്ളിലേക്ക് ചെല്ലുകയാണെങ്കിൽ മരണത്തിന് വരെ കാരണമായേക്കാം. അതുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ള കുട്ടികളോ മുതിർന്നവരെ ആയാലും ഈ ചെടിയുടെ അടുത്തേക്ക് പോകുമ്പോഴും കൈകാര്യം ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കുക. അടുത്തത് ലില്ലി ചെടിയാണ്. ഇത് കാണാൻ വളരെ മനോഹരമാണ്. എന്നാൽ ഏത് ഇനത്തിലുള്ള ലില്ലി ആയാലും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് പറയപ്പെടുന്നുണ്ട്. ഇവയുടെ തണ്ടോ പൂവോ ഏതെങ്കിലും ഒന്ന് അകത്ത് പോയാൽ മൃഗങ്ങളുടെ കിഡ്നിക്ക് പൂർണ്ണമായും തകരാറ് സംഭവിക്കും. മനുഷ്യരുടെ ഉള്ളിലേക്കാണ് എത്തുന്നതെങ്കിൽ ഛർദി, വളരെ പെട്ടെന്ന് തന്നെ രുചിയില്ലായ്മ എന്നിവ അനുഭവപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്തരം ചെടികളൊക്കെ നിങ്ങളുടെ വീട്ടിലുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഇൻഡോറായിട്ട് വെക്കുന്ന കുറച്ച് പ്ലാന്റ്സിലും ഇതേപോലെ വിഷത്തിൻ്റെ അംശമുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. ഞാനിതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഈ ചെടികളൊക്കെ ഉള്ളവർ കുട്ടികളൊന്നും അടുത്തേക്ക് പോവാതെ അതിലൊന്നും തൊടാതെ ശ്രദ്ധിക്കുക. ഇതുപോലുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം.